ബ്രസീൽ ആരാധകർക്ക് ഈ വാർത്ത സന്തോഷം നൽകും. ഫുട്ബോൾ ആരാധകരെ, പ്രത്യേകിച്ച് ബ്രസീൽ ആരാധകരെ, നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2014 ലോകകപ്പിലെ ആ വേദനയും 2018ലെയും 2022ലെയും നിരാശയും കഴിഞ്ഞ് 2026 ലോകകപ്പിലേക്ക് ഒരു പുതിയ ബ്രസീൽ എത്തുകയാണ്. ഒരു കാലത്ത് ലോക ഫുട്ബോളിനെ ഭരിച്ച ബ്രസീൽ ഇന്ന് വീണ്ടും ആ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള യാത്രയിലാണ്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കാരണം ബ്രസീലിന് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ യുവതാരങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. വിനീഷ്യസ് ജൂനിയർ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ്. വലിയ മത്സരങ്ങളിൽ പോലും മത്സരഫലം മാറ്റിമറിക്കാൻ കഴിയുന്ന താരമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അതേസമയം റോഡ്രിഗോ കൂടുതൽ പക്വതയുള്ള താരമായി വളരുകയാണ്. നിർണായക സമയങ്ങളിൽ ടീമിനെ രക്ഷിക്കാൻ കഴിയുന്ന കഴിവ് അദ്ദേഹം ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. റഫീൻഹ, ബ്രൂണോ ഹവോവെൻ, ഗാബ്രിയൽ ബെഖെതി തുടങ്ങിയ താരങ്ങളും ഇപ്പോൾ അവരുടെ കരിയറിന്റെ മികച്ച ഘട്ടത്തിലാണ്. ഏറ്റവും വലിയ കാര്യം എന്താണെന്നോ? ഈ ടീമിന് യുവത്വവും അനുഭവസമ്പത്തും ഒരുപോലെ ഉണ്ട്. 2026 ലോകകപ്പിൽ ബ്രസീലിനെ നേരിടാൻ ഒരു ടീമും ആഗ്രഹിക്കില്ലെന്നാണ് പല ഫുട്ബോൾ വിദഗ്ധരും പറയുന്നത്. കാരണം ഈ ടീം ഒരു ഗോൾ പിന്നിലായാലും തിരിച്ചുവരാൻ കഴിവുള്ളതാണ്. ആക്രമണത്തിലും മധ്യനിരയിലും പ്രതിരോധത്തിലും മികച്ച താരങ്ങൾ. ലോകകപ്പ് ജയിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ ടീമിലുണ്ടെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. അതിനാൽ ഒരു വലിയ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. 2002 നേടിയ 5ാം ലോകകപ്പിന് ശേഷം 24 വർഷം കാത്തിരുന്ന ബ്രസീൽ ആരാധകർക്ക് 2026 ഒടുവിൽ 6ാം കിരീടം ആഘോഷിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വീണ്ടും നിരാശയാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 2026 ലോകകപ്പ് ബ്രസീലിന്റേതാകുമോ? കമന്റിൽ ഒരു വാക്ക് മാത്രം എഴുതൂ. Hexa. അല്ലെങ്കിൽ Not this time.